കഴിഞ്ഞ ദിവസം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് എങ്ങനെ സേവ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് എങ്ങനെ സേവ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള 4 ഫീച്ചറാണ് നമ്മൾ പരിശോധിക്കുന്നത്. 4 ഫീച്ചറിലൂടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് സേവ് ചെയ്യുക എന്നുള്ളതാണ്. പല ആളുകളും പറയാറുണ്ട് ഇൻ്റർനെറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുന്നതിന് മുന്നേ തന്നെ 2 GB 1.5 GB ഒക്കെ തീർന്നു പോകുന്നെന്ന് പല ആളുകളും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് എങ്ങനെ ഇൻ്റർനെറ്റ് തീരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഒന്നാമത്തെ ഫീച്ചറാണ് മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ നിങ്ങൾ ഡാറ്റ യൂസേജ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡാറ്റ യൂസേജ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ യൂസേജ് എന്നുള്ള ഒരു ഭാഗം കാണാൻ സാധിക്കും. ഇവിടെ ഡാറ്റ യൂസേജ് ഭാഗത്ത് ചില മൊബൈൽ ഫോൺ ഇതുപോലെ കാണിക്കും, ചില മൊബൈൽ ഫോൺ നേരിട്ട് ഡാറ്റ യൂസേജിൽ മുഴുവൻ ആപ്പിലേക്ക് എത്തും. ഇങ്ങനെ കാണുകയാണെങ്കിൽ താഴെ കാണുന്ന ഭാഗത്ത് ഡാറ്റ യൂസേജ് ബൈ ആപ്പ് എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇതുവരെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച ആപ്പുകളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ ഓരോ ആപ്പിന് നേരെയും എത്ര GB ആണ് ഈ ഒരു ആപ്പ് ഈ ഒരു മാസം ഉപയോഗിച്ചെന്നുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ആപ്പുകളുണ്ടാവും. ഫോട്ടോ എഡിറ്റിങ്ങിനും വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ ഉപയോഗിക്കുന്ന ആപ്പുകളുണ്ടാവും. ഈ ഒരു ആപ്പൊക്കെ നമ്മളിവിടെ കാണാൻ സാധിക്കും. എത്രയൊക്കെ MB ഉപയോഗിച്ചു എന്ന് 1.5 MB, അതുപോലെ തന്നെ 22 MB, 30 MB, ഏകദേശം GB വരെ ഉപയോഗിച്ച ആപ്പുകൾ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ മാസത്തിലൊരിക്കോ അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കോ ഉപയോഗിക്കുന്ന ആപ്പാണെങ്കിൽ വെറുതെ കിടന്ന് ഇൻ്റർനെറ്റ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അത്തരം ആപ്പുകൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഒരു ആപ്പിനകത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ എന്നുള്ളത് അങ്ങ് ഓൺ ചെയ്തൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡിസേബിൾ മൊബൈൽ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ആപ്പ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നേരെ ഇതേ സ്ഥലത്ത് തന്നെ വന്നിട്ട് ജസ്റ്റ് ആപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡിസേബിൾ മൊബൈൽ ഡാറ്റ എന്നുള്ളത് എനേബിൾ ചെയ്തെങ്കിൽ ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്പിലേക്കുള്ള ഇൻ്റർനെറ്റ് ബ്ലോക്ക് ചെയ്യാനോ ആവശ്യമാകുമ്പോൾ ഇതുപോലെ വന്ന് ഓൺ ചെയ്യാനും നമുക്ക് സാധിക്കും. ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഒരുപാട് ആപ്പുകളുണ്ടാകും, അതിലേക്കൊക്കെ വെറുതെ ഇൻ്റർനെറ്റ് പ്രവേശിച്ചു പോകും. അത് നമുക്ക് തടയാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫേസ്ബുക്കാണ്. ഫേസ്ബുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ ഫേസ്ബുക്കിനകത്ത് നമുക്ക് എവിടെയാണ് നമ്മുടെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നത് നോക്കാം. ഞാനിവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ വലത് ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ വലത് ഭാഗത്ത് നമ്മുടെ സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മീഡിയ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡാറ്റ സെർവർ എന്നുള്ളത്. ഫോണിൽ ഇത് ഓഫ് ആയിരിക്കും. ഓഫ് ആണെങ്കിൽ ഇത് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ഡാറ്റ 40% വെച്ച് മാത്രമേ വീഡിയോ കാണുള്ളൂ. ഒരുപാട് ഹൈ ക്വാളിറ്റിയിലും വലിയ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ കാണില്ല. അതുകൊണ്ട് ഈ ഡാറ്റ സെർവർ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഓട്ടോ പ്ലേ, നമ്മളൊരു വീഡിയോ കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആകും. അത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകും. നമ്മൾ ആവശ്യമില്ലാത്തപ്പോഴും ആവശ്യമുള്ളപ്പോഴൊക്കെ ഇതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വൈഫൈ ഓൺലി എന്നുള്ള ഭാഗത്തേക്ക് ആക്കി കൊടുത്താൽ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ വാട്സപ്പാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിങ്സ് ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഭാഗമുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ യൂസ്ലെസ് ഡാറ്റ ഫോർ കോൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇതുപോലെ ഓഫ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കും. അത് തടയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇതങ്ങ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. താഴെ ഭാഗത്തേക്ക് വന്നാൽ വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷനും വെൻ കണക്ട് ഓൺ വൈഫൈ എന്നുള്ള ഓപ്ഷനും വെൻ റോമിംഗ് എന്നുള്ള ഓപ്ഷൻ കാണും. അതായത് മീഡിയ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ, ഫോട്ടോസും വീഡിയോസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ഫീച്ചറാണ്. ഇവിടെ വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ ടിക്കാണെങ്കിൽ നിങ്ങൾ നേരെ അൺടിക്ക് ചെയ്ത് കൊടുക്കുക. കാരണം ഇതെല്ലാം ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻ്റർനെറ്റ് ഉള്ള സമയത്ത്, മൊബൈൽ ഡാറ്റ ഉള്ള സമയത്ത് ഇതെല്ലാം ഡൗൺലോഡായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകും. ആവശ്യമുള്ളത് മാത്രം ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങളെ ഇത് ഓഫ് ചെയ്ത് വെച്ചാൽ സഹായിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഓഫ് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണ്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉപയോഗിക്കുന്നവരാണ് ഇപ്പോൾ ഉള്ള അധികം ആളുകൾ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എങ്ങനെയാണ് ഇൻ്റർനെറ്റ് സേവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം താഴെ ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകളിൽ വലത് ഭാഗത്ത് 3 ലൈന് കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡാറ്റ യൂസേജ് ആൻഡ് മീഡിയ ക്വാളിറ്റി എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാൻ യൂസ്ലെസ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഇവിടെ
ഡാറ്റ സേവർ എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇൻ്റർനെറ്റ് അധികമായിട്ട് ഉപയോഗിച്ച് വലിയ വീഡിയോകളൊക്കെ വലിയ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരില്ല. ഒരു ചെറിയ ക്വാളിറ്റി, അത്യാവശ്യം കാണാവുന്ന ക്വാളിറ്റിയിൽ തന്നെ വീഡിയോകളൊക്കെ കാണിച്ചു തരും. നിങ്ങളുടെ ഇൻ്റർനെറ്റ് നല്ല സേവ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇത് ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന ഭാഗത്ത് നല്ല ക്വാളിറ്റിയിൽ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ, ഫോട്ടോകളൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഓൺ ചെയ്ത് വെക്കുക. വീഡിയോ ഫോട്ടോ അപ്ലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലും അധികമായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്ന പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.